ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മുട്ടക്കറിയും ബീൻസ് ഉപ്പേരിയുമാണ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു ഡിഷുകളാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് അത്ര വലിയ ആർഭാടങ്ങളൊന്നുമില്ല, എങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ അരി അടുപ്പത്തിട്ട് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്, ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് ഉള്ളി ചേർക്കുന്നുണ്ട്. ഉള്ളി നന്നായി ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കണം. കൂടാതെ കുറച്ച് വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായി വഴറ്റി കൊടുക്കണം. അത് ഏകദേശം ഒരു ബ്രൗൺ കളറാകുന്നവർ വഴറ്റി കൊടുക്കണം. ഇനി കുറച്ച് നാളികേരം അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കഴിഞ്ഞ ശേഷം അതൊന്നുകൂടി നന്നായി വഴറ്റി കൊടുക്കണം. അതൊരു ഏകദേശം ഒരു കളറൊക്കെ മാറി വരുന്നവരെ അത് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് വേവിച്ചിട്ട് ബീൻസ് ഇട്ട് കൊടുക്കാം. ബീൻസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതും കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതിൽ വെള്ളമൊക്കെ നന്നായി വറ്റുന്നതുവരെ അത് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ബീൻസ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടക്കറിയിലേക്ക് കിടക്കാം. മുട്ട ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ മുട്ടയുടെ ഓടെല്ലാം പൊളിച്ചതിന് ശേഷം അത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കണം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ കൂടി ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം അതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഈ ഉള്ളിയുടെയും കളർ മാറുന്നവരെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തക്കാളി കൂടി അതിലേക്ക് ഇട്ട് നമുക്ക് ഇതെല്ലാം നന്നായിട്ട് ഒന്നുകൂടി അതൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഈ തക്കാളിയൊക്കെ ഒന്ന് നന്നായി വെന്ത് വരുന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് അരിഞ്ഞിട്ട് കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങ് ഇട്ടതിന് ശേഷം ഒന്നുകൂടി വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നീട് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി 4 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവയുടെ അളവ് കൂട്ടിയെടുക്കാം. ഇനി അതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഏകദേശം കളറൊക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതിൽ ഉരുളക്കിഴങ്ങ് ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ ഉരുളക്കിഴങ്ങ് ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ഈ വഴറ്റി വെച്ച സാധനങ്ങളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതൊന്നുകൂടി നന്നായി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി കുറച്ച് ഉള്ളിയും തക്കാളിയും അരച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുക്കർ അടച്ച് വെച്ച് നന്നായി വേവിച്ച് കൊടുക്കാം. അപ്പോൾ നന്നായി വെന്തതിന് ശേഷം വീണ്ടും ഒരു ചീനച്ചട്ടിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് കറി മസാലപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി എന്നിവ ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് തിളപ്പിച്ച് എടുക്കണം. എന്നിട്ട് അതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് ഒരു നാളികേരത്തിൻ്റെ പാൽ അരച്ച് വെച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാളികേരപ്പാൽ ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടി നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്നുകൂടി അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി പുഴുങ്ങി വെച്ച മുട്ട നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മുട്ടയൊക്കെ ഇട്ട് ഒന്ന് നന്നായി തിളച്ച് വരണം. അപ്പോഴാണ് മുട്ടക്കറിക്ക് അതിൻ്റെ ഒരു വാസനയും ടേസ്റ്റും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. മുട്ടയൊക്കെ നന്നായി അതിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായ മുട്ടക്കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.